പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 10-ാം അധ്യായം 13-ാം തിരുവചനത്തിലൂടെ ഇങ്ങനെയാണ് തിരുവചനം സംസാരിക്കുന്നത്. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കുവാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഒരിക്കലും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ സാധിക്കാത്ത ഒന്നാണ് പ്രലോഭനങ്ങൾ. മഹാനായ ലയോ പാപ്പ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമാണ്. പ്രലോഭനങ്ങളില്ലാതെ പുണ്യമില്ല, ശത്രുവില്ലാതെ യുദ്ധവുമില്ല, പോരാട്ടമില്ലാതെ വിജയമില്ല. ക്രിസ്തീയ ജീവിതം ഒരു യുദ്ധക്കളമാണ്. പ്രലോഭനങ്ങൾ കൊണ്ടുവരുന്നത് പിശാചാണ്. പലപ്പോഴും നമ്മുടെ ശക്തി ചോർന്നു പോകുന്നത് കാണാനാണ് പിശാച് ഇഷ്ടപ്പെടുന്നത്. മരുഭൂമിയിലെ പരീക്ഷണത്തിൽ പിശാച് ആഗ്രഹിച്ചത് ഈശോയുടെ ശക്തി നഷ്ടപ്പെടുന്നത് കാണാനാണ്. എന്നാൽ ഈശോയാകട്ടെ ഓരോ പ്രലോഭനത്തിലും സ്വയം ആത്മാവിൽ ശക്തി ആർജിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കൊണ്ട് ആ പ്രലോഭനങ്ങളെ അതിജീവിച്ചു. നമ്മളായിരിക്കുന്ന ഈ യുദ്ധക്കളത്തിൽ ശക്തി ചോർന്നു പോകുവാൻ ഇടവരുന്ന വിധത്തിലുള്ള പ്രലോഭനങ്ങൾ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല. എന്നാൽ പിശാചിൻ്റെ പ്രേരണകൾക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ നമ്മളും കാലിടറി വീഴുവാൻ സാധ്യതയുണ്ട്. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ ജീവിതത്തിൽ നേരിട്ടതും നേരിടുന്നതുമായ പ്രലോഭനങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ച് പ്രതിരോധിക്കുവാനും അതിജീവിക്കുവാനുമായിട്ടുള്ള ദൈവകൃപ നമുക്ക് യാചിക്കാം. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും സഹനങ്ങളെയും കൊടുക്കാം. ആ സഹനങ്ങളുടെ നടുവിൽ തിരുവചനത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവയെ പ്രതിരോധിക്കാൻ അതിജീവിക്കുവാൻ വേണ്ടുന്ന കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.